നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പൾസർ സുനിയും സംഘവും നടത്തിയ ആക്രമണത്തിനിരയായ നടി വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. മാസ്റ്റേഴ്സ്, ലണ്ടൻ ബ്രിഡ്ജ് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ ജിനു എബ്രഹാം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആദം എന്ന ചിത്രത്തിന്റെ കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നടിയെത്തിയത്. ശനിയാഴ്ച രാവിലെ നടി മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണരുതെന്ന പോലീസിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് അവർ കൂടിക്കാഴ്ച മാറ്റിവെച്ചു. എന്നാൽ ഞായറാഴ്ച വൈകിട്ട് അവർ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. പൃഥ്വിരാജ്, നരേൻ എന്നിവർക്കൊപ്പം ചിത്രത്തിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കേണ്ടിയിരുന്ന നടി സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് കാറിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. തുടർന്ന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് താൽക്കാലികമായി നീട്ടിവെക്കാൻ അണിയർ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നുവെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ തിരിച്ചെത്താൻ നടി തീരുമാനിച്ചതോടെയാണ് ആദത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത്. ആക്രമണത്തിന് ശേഷം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു നടിയെന്നാണ് അവരുമായി അടുപ്പമുള്ളവർ പറയുന്നത്. അതേസമയം അഭിനയ ലോകത്തേക്ക് മടങ്ങിവരുന്ന സഹപ്രവർത്തകയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുതെന്ന അഭ്യർത്ഥനയുമായി ചലച്ചിത്ര താരം പൃഥ്വിരാജ് രംഗത്തെത്തി. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനായി സംസാരിക്കേണ്ടത് തന്റെ ചുമതലയാണെന്ന മുഖവുരയോടെയാണ് പൃഥ്വിരാജ് മാധ്യമങ്ങളെ കണ്ടത്. നടിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ അവർ സംസാരിക്കുമെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. ജീവിതത്തിൽ നേരിട്ട ദുരനുഭവങ്ങളെ തരണം ചെയ്ത് അഭിനയ ലോകത്തേക്ക് മടങ്ങിയെത്തിയ നടിയെ അഭിനന്ദിച്ച പൃഥ്വിരാജ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് നടിയുടെ ധീരതയെ പൃഥ്വിരാജ് അഭിനന്ദിച്ചത്. അതേസമയം നടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടത്തും. കാക്കനാട് സബ് ജയിലിൽ ഉച്ചയ്ക്ക് 12-നാണ് തിരിച്ചറിയൽ പരേഡ്. പ്രതികളായ പൾസർ സുനി, വിജീഷ്, മണികണ്ഠൻ തുടങ്ങിയ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡാണ് നടക്കുക. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യാനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് സമർപ്പിച്ച അപേക്ഷയും ഇന്ന് പരിഗണിക്കും. ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.